ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കരുത്. കാരണം പൂജാവേളയിൽ ഈ കമൻറ്റ് ബോക്സിൽ നിന്നാണ് പേരും നക്ഷത്രവും എടുക്കുന്നത്. അതിന് കാലതാമസം നേരിടും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കേണ്ടതായിട്ടില്ല. അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഒരു കാരണവശാലും വിളിക്കരുത്. കാരണം ഒട്ടേറെ തിരക്കുകളായി നിൽക്കുന്നത് കൊണ്ടും ഓൺലൈനായിട്ട് വരുന്ന മെസ്സേജുകൾക്ക് മറുപടി അയക്കുന്നത് കൊണ്ടും കാലതാമസം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെസ്സേജായി മാത്രം അയച്ചാൽ മതി എന്ന് പറയുന്നത്. ജാതക പരിശോധനയ്ക്ക് നിശ്ചിതമായൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. വളരെ പ്രത്യേകതയോട് കൂടിയിട്ടുള്ള ഒരു കാര്യം പറയുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത്. 2035 വരെ തിരിഞ്ഞുനോട്ടമില്ലാത്ത ആദിത്യ ദശയുടെ യോഗം ചേരുന്ന 5 രാശിക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2035 വരെ എല്ലാ തരത്തിലും സർവ്വ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന 5 രാശിക്കാർ. ആദിത്യ മഹാദശയിൽ ഉള്ള യോഗമാണ് അവർക്ക് വന്നു ചേരുന്നത്. തീർച്ചയായിട്ടും മഹാഭാഗ്യമാണ് 5 രാശിക്കാർക്കായിട്ട് വന്നു ചേരുന്നത്. അതായത് 2025 തുടങ്ങി 10 വർഷ കാലയളവിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ലാത്ത 5 രാശിക്കാർ. ഒരു കാരണവശാലും ഒന്നുകൊണ്ടും തിരിഞ്ഞു നോക്കണ്ട. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഈശ്വര സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് സാരം. ഇപ്പോൾ സൂര്യൻ ഇടവം രാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ചിങ്ങം രാശിയാണ് സൂര്യനെ ഭരിക്കുന്നത്. സൂര്യൻ ശുഭരാശിയിലാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ രാശിയിൽ അനുഭവിക്കുന്ന, ആ രാശിയിൽ ജീവിക്കുന്ന നക്ഷത്ര ജാതർക്ക് ഏറ്റവും വലിയ ബഹുമാനങ്ങളും ഏറ്റവും നല്ല ജീവൽ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ആദിത്യ ദശായോഗങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ മുന്നോട്ട് കുതിച്ചു കയറാൻ കഴിയുന്ന ഒരു അവസരം സൃഷ്ടിക്കലാണ്. അങ്ങനെയുള്ള 5 രാശിക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രങ്ങൾ ചേർന്ന ഇടവക്കൂറുകാർക്ക് സൂര്യമഹാദശയുടെ അനുഗ്രഹം ഉറപ്പായും ലഭിക്കാൻ പോവുകയാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസവുമായി എത്തിച്ചേരാൻ കഴിയും. അവർക്ക് നല്ല തരത്തിൽ നടന്ന് മുന്നേറാൻ കഴിയുന്ന തരത്തിലെ അനുഗ്രഹമാണ് ആദിത്യ മഹാദശയിലൂടെ അവർക്ക് ലഭിക്കാൻ പോകുന്നത്. കീർത്തിയും പ്രശസ്തിയും ഒക്കെ ഉണ്ടായി സ്കോളർഷിപ്പ് പോലെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നേടുന്ന ഒരു വിഭാഗക്കാരായി വിദ്യാർത്ഥികൾ മാറും. അതുപോലെ തന്നെ യുവാക്കളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ യുവതികളെ സംബന്ധിച്ചോ പണം ധാരാളമായി കയ്യിലേക്ക് വരുന്ന തരത്തിലേക്ക് അവർക്ക് പല ജീവൽ മാർഗങ്ങളും കണ്ടുപിടിച്ച് മുന്നേറാൻ കഴിയും. തീർച്ചയായും ജീവിതത്തിൻ്റെ നല്ല ഒരു മനോഹരമായിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് ആദിത്യ മഹാദശ അഥവാ സൂര്യമഹാദശ എന്ന് പറയുന്നത്. യുവാക്കൾക്ക് ജോലിയൊക്കെ ലഭിക്കും ഉറപ്പായും. അതുപോലെ തന്നെ ഭാഗ്യ വ്യവസ്ഥിതി കൂടുതലുള്ളത് കൊണ്ട് ഈ പറയുന്ന ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാം. അതുപോലെ നിധി സമ്പ്രദായം, വീടിൻ്റെ വക്കിലും അതുപോലെ തന്നെ വസ്തുവക്കുകളിലുമൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന സ്വർണ്ണ നിധി കുംഭങ്ങൾ പോലും കയ്യിലേക്ക് വന്നു ചേരാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ദർശന മാത്രയിൽ തന്നെ അനുഗ്രഹം ലഭിക്കുന്ന വലിയ അനുഗ്രഹ മുഹൂർത്തമാണ് ഇവരിലേക്ക് വന്നു ചേരാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും അതുപോലെ ജോലി കാര്യത്തിലാണെങ്കിലും ആരോഗ്യ കാര്യത്തിലാണെങ്കിലും എല്ലാം വലിയ മാറ്റമാണ് ഈ സൂര്യമഹാദശയിലൂടെ അല്ലെങ്കിൽ ആദിത്യ മഹാദശയിലൂടെ ഇവർക്ക് ലഭിക്കുന്നത്. അടുത്തത് വിശാഖം, അനിഴം, തൃക്കേട്ട അടങ്ങിയ വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രോഗദുരിതത്തിൽ നിന്നുള്ള മാറ്റം നമുക്ക് പൂർണ്ണമായും അറിയാൻ കഴിയുന്നുണ്ട്. ഇതിലൂടെ സമൃദ്ധിദായകമായ ഒരു ജീവിതത്തിൻ്റെ വാതിലിലൂടെ സഞ്ചരിച്ച് പോകാൻ കഴിയുന്ന അനുഭവം ഇവർക്കുണ്ടാകും.
രോഗദുരിതങ്ങളൊക്കെ മാറി ലോട്ടറി ഫലം പോലെയുള്ള അല്ലെങ്കിൽ ലോട്ടറി സമൃദ്ധി പോലെയുള്ള സമ്പത്ത് വന്നു ചേരും. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന സാമ്പത്തിക നിലവാരം നമുക്ക് വന്നു ചേരും. എപ്പോഴോ അടച്ച് പൂർത്തീകരിക്കാൻ കഴിയാത്ത പല ഗവൺമെൻറ് സംവിധാനങ്ങളിൽ നിന്നും ധനം തിരികെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിലും അതുപോലെ തന്നെ ജോലി കാര്യങ്ങളിലുമെല്ലാം വലിയ പ്രയോജനമുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. തീർച്ചയായും കണ്ണു തുറക്കുന്നത് ഭാഗ്യത്തിലേക്കെന്ന് പറയുന്ന അവസ്ഥയാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എല്ലാ മേഖലയിലും പ്രയോജനവും എല്ലാ മേഖലയിലും ഭാഗ്യവും നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതായത് കോൺട്രാക്ട് ബേസിലുള്ള ജോലികൾ അവർക്ക് സ്ഥിരപ്പെട്ടു പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറുകളിലൊക്കെ ജോലി ചെയ്ത് ധാരാളം ധനമുണ്ടാക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. എല്ലാ വ്യവസ്ഥയുടെയും നേതൃത്വ നിരയിലേക്ക് ഉയർന്നു പോകാനുള്ള അവസ്ഥയും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രങ്ങൾ ചേരുന്ന ധനുക്കൂർ അഥവാ ധനുരാശിയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ശരിക്കും ശനി ദോഷ വ്യവസ്ഥയിൽ മുന്നോട്ട് നീങ്ങുന്ന നക്ഷത്രക്കാരാണിവർ. ശനി ദോഷങ്ങൾ മാറി ആദിത്യ മഹാദശയിലേക്ക് എത്തുന്ന മഹാഭാഗ്യമായിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് ഈ നക്ഷത്രക്കാർ ഇനി എത്താൻ പോകുന്നത്. 10 വർഷക്കാലത്തേക്ക് ശനിയുടെ ദോഷഫലങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും 10 വർഷത്തേക്ക് വലിയ നന്മകളെല്ലാം വന്നു ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സ്വത്ത് വകകൾ, അച്ഛൻ്റെയും അമ്മയുടെയും പൈതൃക സ്വത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നത് കാണാൻ കഴിയും. സഹോദര സ്ഥാനീയരിൽ നിന്നും സാമ്പത്തികമായ ഗുണമേന്മയുണ്ടാകും. അതുപോലെ തന്നെ മാതൃസ്ഥാനീയർക്ക് അസുഖങ്ങളും മറ്റും വന്നു ചേരുന്നുണ്ടെങ്കിലും പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ പെട്ടെന്ന് നൽകുന്ന ചികിത്സയുടെയും അടിസ്ഥാനത്തിൽ അത് അവരിൽ നല്ല ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് അവർ തിരികെ വരും. അതുപോലെ തന്നെ അമിതമായ ആഹാരം, അതുപോലെ രോഗകാരികളായിരിക്കുന്ന ആഹാരം തുടങ്ങിയവ ഈ കൂറുകാർ ഉപേക്ഷിക്കേണ്ടതാണ്. കാരണം ഇവർക്ക് ഫുഡ് പോയിസൺ പോലെയുള്ള ഭീകരമായ അവസ്ഥകൾ വന്നു ചേരാനുള്ള രീതി കാണുന്നുണ്ട്. ആദിത്യ മഹാദശയിൽ നമ്മളിലേക്ക് അറിവ് നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട എന്ന് തോന്നുന്നതൊന്നും പിന്നീട് ചെയ്യാതെ ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ കലാ, കായിക, സാംസ്കാരിക, സാഹിത്യ മേഖലകളിലാണെങ്കിലും അതുപോലെ തന്നെ ഉന്നത വ്യക്തികളുമായുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മേഖലകളിലേക്ക് കടന്നു കയറുന്നതാണെങ്കിലും എല്ലാം മഹാഭാഗ്യം നൽകുന്ന തരത്തിൽ തന്നെയായിരിക്കും നിലനിൽക്കുന്നത്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗ്യം അനുഭവിക്കാൻ അവർക്ക് കഴിയും. 10 വർഷക്കാലത്തേക്ക് ദോഷങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആ ദോഷങ്ങൾക്കിടയിലും വലിയ ഭാഗ്യങ്ങൾ കയ്യിൽ വെച്ച് അനുഭവിക്കാൻ ശേഷിയുള്ളവരാണ് ധനുക്കൂറുകാർ. അശ്വതി, ഭരണി, കാർത്തിക ചേരുന്ന മേടക്കൂറാണ് അടുത്തത്. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഉയർന്ന വിദ്യാഭ്യാസ തലത്തിലേക്ക് പോകാൻ കഴിയും. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ കീർത്തിയും പ്രശസ്തിയും ലഭിക്കും. അതുപോലെ കലാകായിക മേഖലകൾ കീർത്തിക്കും പ്രശസ്തിക്കും അവസരം കാണുന്നുണ്ട്. നാടകങ്ങൾ, സിനിമ തുടങ്ങിയ അഭിനയ മേഖലകളിൽ പ്രത്യേക പരിഗണനകൾ ലഭിക്കുന്നതായി കാണാൻ കഴിയുന്നു. വിദേശ യാത്രയ്ക്ക് അനുമതി ലഭിക്കുന്നതിന് ചാൻസ് കാണുന്നുണ്ട്. പഠിക്കുന്നതിനായിട്ട് വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വഴി തുറക്കുന്നു. തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾക്ക് പ്രത്യേകമായ ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വലിയ ജോലികൾ ലഭിക്കുന്നതിനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ഭാഗ്യക്കുറി പോലെയുള്ള സമ്പത്ത് വന്നു ചേരുന്ന അവസ്ഥ കാണുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ല ഒരു നിലവാരം ഉണ്ടാകുന്നവരാണ് മേടക്കൂറുകാർ. തീർച്ചയായും സർവ്വ സൗഭാഗ്യങ്ങളും വളരെ ഗംഭീരമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു രാശിക്കാരാണ് മേടക്കൂറുകാർ. തീർച്ചയായും എല്ലാ നന്മകളും അവരിലേക്ക് വരും. അവർ തൊടുന്നത് എന്തും പൊന്നാവുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. സാമ്പത്തികമായ നിലവാരം വളരെ വളരെ ഉയർന്നു പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് കുറച്ച്, അതായത് 2035 വരെ, 2025 ഇതിൻ്റെയൊക്കെ ആരംഭം എന്ന് പറയുന്നത് ഈ പറയുന്ന 2025 ഒരു മെയ് മാസം അവസാനത്തോടു കൂടി ജൂൺ മാസം ആരംഭത്തോടു കൂടി തുടങ്ങുക തന്നെ ചെയ്യും. വളരെ അനുഭവവേദ്യമാകുന്ന സമൃദ്ധിയുടെ ദാതാവായി അല്ലെങ്കിൽ സമൃദ്ധിദായകരായി മാറുന്ന അവസ്ഥ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അടുത്തത് മകം, പൂരം, ഉത്രം തുടങ്ങിയ ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം വളരെ വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ബിസിനസ് മേഖലയിലേക്ക് ഉയർന്നു പോകുന്ന കാഴ്ച നമുക്ക് ദർശിക്കാനാകും. സമ്പത്തിൻ്റെ വലിയ നിലയിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയും.
കുടുംബ ബന്ധങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാകും. അതുപോലെ തന്നെ പഠന കാര്യത്തിൽ മികവുണ്ടാകും. ജോലി കാര്യത്തിൽ പൂർണ്ണമായ ഒരു ഒത്തുതീർപ്പുണ്ടാകും. അതുപോലെ കേസ് വഴക്കുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പൂർണ്ണമായ അവസാനമുണ്ടാകും. മാതാപിതൃ സ്വത്തുകളൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ ഈ ആദിത്യ മഹാദശാകാലമായതുകൊണ്ട് ഈ കൂറുകാർക്ക് അനുഭവവേദ്യമാകാത്തതായി ഒന്നുമില്ല. പ്രണയമൊക്കെ സഫലീകരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. വിവാഹം തടസ്സമായും അതുപോലെ തന്നെ വിവാഹം താമസിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ വിവാഹം നടക്കുന്നതിനുള്ള സാഹചര്യം കാണുന്നുണ്ട്. പിന്നെ യാത്രകൾക്കിടയിലുള്ള തടസ്സം അത് ഓർത്ത് വിഷമിക്കേണ്ടുന്ന കാര്യമില്ല. ആ തടസ്സം പിന്നീട് മാറി നമുക്ക് യാത്ര പൂർണ്ണമാക്കാൻ കഴിയും. അങ്ങനെ എല്ലാ തലത്തിലും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ വിധിക്കപ്പെട്ട 5 രാശിക്കാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആദിത്യ മഹാദശ അഥവാ സൂര്യമഹാദശയിൽ പൂർണ്ണമായും അനുഗ്രഹം മഴ പോലെ വന്ന് നിറയുന്ന രാശിക്കാരാണിവർ. ഏതു തൊട്ടാലും എവിടെ പോയാലും എങ്ങനെ നിന്നാലും പണം അവരിലേക്ക് വന്നു ചേരുന്ന പൂർണ്ണതയായി മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിധി തന്നെ കണ്ടുകിട്ടാനിടയായ സാഹചര്യം ഇവരിലുണ്ട്. യാത്ര ചെയ്തു പോകുന്ന വഴിയിലൊക്കെ നമുക്ക് വലിയ പരിചയക്കാരെ ഉണ്ടാക്കാൻ കഴിയും. അതൊക്കെ കോമൺ ആയിട്ട് നിലനിൽക്കുന്ന ഫാക്ടറാണ്. ഈ 5 രാശിക്കാർക്കും പരിചയപ്പെടുന്ന വ്യക്തികൾ മുഖേന ജീവിതത്തിൻ്റെ ഉന്നത മേഖലകളിലേക്ക് ഉയർന്നു പോകാൻ കഴിയും. തീർച്ചയായും എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവിധ സന്തോഷങ്ങളും ആനന്ദങ്ങളും അനുഭവിക്കുന്ന തരത്തിൽ ഈ 5 രാശിക്കാർ മുന്നേറും. സൂര്യമഹാദശ അഥവാ ആദിത്യ മഹാദശയിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും ഇവരിലേക്ക് വന്ന് നിറയും. എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ ഇവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.